എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ കുരുമുളകിനെ കുറിച്ചിട്ടാണ്. കുരുമുളകിൻ്റെ തൈ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല തൈകൾ ഉണ്ടാക്കാൻ എന്താ ചെയ്യുക, ഞാനത് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരികയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഈ വേരുള്ള ഭാഗത്ത് മണ്ണധികം വേണ്ട, മണലും കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി ഞാൻ വെച്ച് ഒരു കവറിലാക്കി വെച്ച് കെട്ടി കൊടുത്തിരിക്കുകയാണ്. എന്താ അപ്പോൾ ഇത് അതുമ്പോൾ ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല തൈകൾ നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ബ്രാഞ്ചുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ നീളത്തിൽ പോയിട്ടുള്ള തണ്ട് ഉണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ നമ്മൾ കൊടുക്കണ വളം ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ കുരുമുളകൊന്നും ഉണ്ടാവണില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി മാറ്റി കൊടുക്കുകയാണ്. ഇതാ കുറച്ചൊക്കെ ഞാൻ അതൊന്ന് വെട്ടി മാറ്റി. ഇത് വെറുതെ ഇങ്ങനെ ഇത് വേരുള്ള ഭാഗമൊക്കെ കുഴിച്ചിട്ട തൈകളൊക്കെ ഉണ്ടാവും, പൊടിച്ച് വരികയൊക്കെ ചെയ്യും. പക്ഷെ അതിന് നമ്മൾ ഒരുപാട് കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അപ്പം നല്ല വേഗം തന്നെ കുരുമുളക് ഉണ്ടാവും വേണം, നല്ല കരുത്തുള്ള തൈകളും ഉണ്ടാവണം. അതിനാണ് ഞാൻ നല്ല തൈകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുരുമുളകിൻ്റെ മുകളിൽ നിന്ന് ഇതിൽ നിന്നുള്ള നല്ല ബ്രാഞ്ചുകളൊക്കെ ഉള്ള മുകളിലേക്ക് പോയിട്ടുള്ള തണ്ടുമ്മ വേര് പിടിപ്പിക്കാനാണ് ഞാൻ ഇതവിടെ വെച്ച് കെട്ടിയിരിക്കണം. ഇനി ഇത് വേരൊക്കെ പിടിച്ച് നല്ല തൈകളായിട്ട് ഞാൻ മുറിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതവിടെ ഇതുമ്പോൾ ഞാൻ ഒരുപാട് ഞാൻ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ആകുമ്പോൾ നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് കിട്ടും. വേഗം തന്നെ കുരുമുളകും ഉണ്ടാവും. ബ്രാഞ്ച് കണ്ട ഇഷ്ടംപോലെ ബ്രാഞ്ചുകളൊക്കെ ഉള്ള ഷൂട്ട് കണ്ട മുകളിലേക്ക് പോയതിനാണ് നമ്മളങ്ങനെ പറയണത്. ആ മുകളിലേക്ക് പോയിട്ടുള്ളതാണ്. ഞാൻ മുകളിലും കുറേ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ അത് ഒരാഴ്ച മുമ്പൊക്കെ വെച്ച് കെട്ടിയതാണ്. അതും വേര് പിടിപ്പിച്ചാൽ നമുക്ക് തൈകളാക്കി നല്ല കരുത്തുള്ള തൈകളായി കിട്ടും. ഞാനിതാ ഒരു കുറ്റി കുരുമുളക് വാങ്ങിയതാണ്, 100 രൂപ കൊടുത്ത് വാങ്ങിയത്. അത് കണ്ട കാര്യം പൊടിച്ച് കഴിയുമ്പോൾ തിരിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഒരു തൃപ്തി വന്നിട്ടില്ല. ഒരു കരുത്തൊന്നും ഇല്ലാത്ത പോലുള്ളൊരു തൈയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിങ്ങനെ തൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കരുത്തോടു കൂടിയുള്ള തൈകൾ കിട്ടും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാ മുകളിലേക്ക് കണ്ട ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വേര് പിടിച്ചതിന് ശേഷം ഇത് ഇവിടെ